വെൽക്കം ടു പി എസ് സി ജേണി. പി എസ് സി ജേണിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഒരു റിവിഷൻ ഡേ ആണ് കേട്ടോ. ഇന്നത്തെ ഒരു റിവിഷൻ ഡേ ആണ് വ്ളോഗായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ നിങ്ങളെല്ലാവരും തന്നെ എന്താ പറയുക, ഇന്ന് LDCയുടെ റിസൾട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ തന്നെ വളരെയധികം ടെൻഷനിൽ തന്നെയായിരിക്കും. ഞാനും ടെൻഷൻ തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോൾ കട്ട് ഓഫ് എങ്ങനെയാവും, എന്താകും എന്നൊക്കെ ആലോചിച്ചുള്ള ടെൻഷൻ എനിക്കുണ്ട്. അപ്പോൾ അധികം അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് നമ്മുടെ പഠനത്തെ ബാധിക്കാതെ നോക്കുക എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം നമ്മളെന്തായാലും എക്സാം എഴുതി കഴിഞ്ഞു, അതിൻ്റെ ഇപ്പോൾ റിസൾട്ടും ആവാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ടെൻഷൻ അതിങ്ങനെ അധികം അടിക്കുന്നതിൽ കാര്യമില്ല. എന്നാലും ചെറിയ ടെൻഷൻ ഉണ്ടായിരിക്കും, അത് സ്വാഭാവികമാണ്. പക്ഷെ അത് നമ്മുടെ പഠനത്തെ ബാധിക്കാതെ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു റിവിഷൻ ഡേയിൽ ഞാൻ ആദ്യം തന്നെ ചെയ്തത് കേരള ഭൂപ്രകൃതി എന്ന് പറയുന്ന ഒരു പോർഷനാണ് റിവിഷനായിട്ട് എടുത്തത്. അപ്പോൾ അത് ആ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്ന പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് റിവിഷൻ ചെയ്ത് തീർക്കാമെന്നാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. കാരണം അത് ഒരുപാട് തവണ നോക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ കുറച്ചായിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ അതൊന്ന് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരുപാടുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം അതിൽ സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ സംസ്ഥാനങ്ങളല്ല, ജില്ലകൾ വരുന്നുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ എല്ലാ ഭൂപ്രകൃതി, അതുപോലെ തന്നെ വ്യവസായങ്ങൾ, തുറമുഖങ്ങൾ, അങ്ങനത്തെ ഒരുപാട് നദികൾ, ഇതെല്ലാം വരുന്ന പോർഷനാണ്, ഗതാഗതമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിന് 3 പോർഷനാക്കിയിട്ട് തിരിച്ചു. മൊത്തം പേജ് എടുത്തിട്ട്, മൊത്തം പോർഷൻസ് എടുത്തിട്ട് അതിനെ 3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടാണ് പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റ ദിവസമാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ, റിവിഷൻ ആണെങ്കിൽ പോലും ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം 3 പോർഷൻ ആക്കിയിട്ടാണ് തിരിക്കുന്നത്. ഒരു മോർണിംഗ് സെക്ഷൻ, ആഫ്റ്റർനൂൺ, ഈവനിങ്, അങ്ങനെ ആക്കിയിട്ട് 3ആയിട്ട് തിരിച്ചു. അത് പേജ് വെച്ചിട്ടാണ്, പേജ് നമ്പർ വെച്ചിട്ടാണ് ഞാനത് പഠിക്കാനിട്ടത് കേട്ടോ. കാരണം അല്ലാതെ നമുക്കത് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് റിവിഷൻ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ ഞാൻ വായിച്ചിട്ട് തന്നെയാണ് പോവാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ 3 പാർട്ടായിട്ട് തിരിച്ചു. അപ്പോൾ അതിൽ രാവിലത്തെ പോർഷനാണ് തീർക്കുന്നത്. ഉച്ചവരെയുള്ള പോർഷനാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ റിവിഷൻ ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇന്നിട്ടതാന്ന് തോന്നുന്നു, എന്താ പറയുക, റിവിഷൻ ചെയ്യാൻ പഠിച്ച് തീർന്നില്ല, അപ്പോൾ റിവിഷൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ പഠിച്ച് തീർന്നിട്ട് റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കരുത്. പഠിക്കുന്ന ടോപ്പിക്സുകൾ കൂടെ റിവിഷനും കൂടെ ചെയ്തു പോകണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പഠനം മാത്രമായിട്ട് പോയാൽ അത് ശരിയാവുന്ന കാര്യമില്ല. അപ്പോൾ അതാണ് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ റിവിഷനിൽ ഇപ്പോൾ ജില്ലകൾ പഠിക്കുമ്പോൾ ഞാൻ ജില്ലകൾ വളരെ ഡീപ്പായിട്ട് നോക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ നോക്കാം, ഞാൻ നോക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ജില്ലകളുടെ പോർഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എന്താ പറയുക, ഈ ഒരു ഭൂപ്രകൃതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്നതിലാണ് ഈ ഒരു ജില്ലകളും ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ 5 മാർക്കൊക്കെയാണ് ചോദിക്കുന്നത്, 5 ഇന്ത്യൻ എല്ലാം കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻ അപ്പോൾ ചോദിക്കുന്നത് നമുക്ക് കണ്ടറിയാവുന്നതാണ്. 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചാലായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഞാൻ വളരെയധികം സമയം കൊടുത്തുകൊണ്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നില്ല. ജില്ലകൾ ജസ്റ്റ് വായിച്ച് പോകുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, അതായത് ഓരോ ജില്ലകളിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ വ്യവസായങ്ങൾ, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും ആസ്ഥാനങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, നദികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ മാത്രം നോക്കി പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കേസാണ് പറയുന്നത്. അപ്പോൾ ജില്ലകൾക്ക് ഞാൻ അങ്ങനെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ഡീപ്പായിട്ട് തന്നെ നോക്കി പോകുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള കാര്യം തന്നെയാവും. അപ്പോൾ റിവിഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ വായിച്ചു പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ദിവസത്തിൽ 3 പോർഷൻസ് ആയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ പെട്ടെന്ന് റിവിഷൻ തീർക്കണമെങ്കിലൊക്കെ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് തീർക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണില്ല. കാരണം നമ്മളൊരു പ്ലാനിങ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന് തീർക്കാം, അല്ലെങ്കിൽ ഇത്രയും പോർഷൻസ് ഇന്ന് തീർക്കാം എന്ന് പറഞ്ഞിട്ട് അത്രയും വലിയൊരു പോർഷൻസ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയാൽ അത് തീരില്ല. നേരെ മറിച്ച് ഞാൻ ചെയ്ത പോലെ തന്നെ ഓരോ പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് അതിന് കൃത്യമായ സമയം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ആ ഒരു പോർഷനെങ്കിലും തീർക്കാൻ നോക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഒരു ദിവസത്തിൽ പഠിച്ച് പോകുമ്പോൾ അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും.
അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടത് നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് റിവിഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ റിവിഷൻ നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാണ്, നിങ്ങളുടെ റിസൾട്ട് എന്തായാലും എങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും റിസൾട്ട് വന്നാൽ അത് എന്താ പറയുക, നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കണം കേട്ടോ, നമ്മുടെ വ്യൂവേഴ്സ് ആണെങ്കിൽ. അപ്പോൾ ഞാനും അറിയിക്കാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ റിസൾട്ട് അറിയാൻ ഞാനും വെയിറ്റിംഗ് ആണ്, എൻ്റെ അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, മറ്റൊരു വീഡിയോയിലൂടെ കാണാം, അല്ലെങ്കിൽ റിസൾട്ട് വന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ താങ്ക് യു.